ഹലോ കുട്ടികളെ, 6ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ഡെസിമൽ ഫോംസ് ദശാംശ രൂപങ്ങൾ, അതിലെ ഡെസിമൽ ഫോംസ് ദശാംശ സംഖ്യകളുടെ കൂട്ടുന്നതുമായിട്ട് അഡീഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത് പഠിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ഈ ദശാംശ സംഖ്യകളുടെ ഡെസിമൽ നമ്പേഴ്സിൻ്റെ സബ്ട്രാക്ഷൻ, കുറയ്ക്കുക, ഡിഫറൻസ്, ഇവിടെ വ്യത്യാസം കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടിരിക്കുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. From an 8 centimeters long circle, a 3.2 centimeters long piece is broken off. What is the length of the remaining piece? 8.5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഈർക്കിലിൽ നിന്ന് 3.2 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കഷ്ണം ഒടിച്ചെടുത്തു. ശേഷിക്കുന്ന ഈർക്കിലിൻ്റെ നീളം എന്ത്? അപ്പോൾ ഈർക്കിലിൻ്റെ നീളം എത്രയായിരുന്നു? 8.5 സെൻറ്റിമീറ്റർ ആയിരുന്നു ഈർക്കിലിൻ്റെ നീളം. അതിൽ നിന്ന് 3.2 സെൻറ്റിമീറ്റർ നീളം വരുന്ന ഒരു കഷ്ണം, ഒരു പീസ് ഒടിച്ചു മാറ്റുകയാണ്. അപ്പോൾ ബാക്കി അവശേഷിക്കുന്ന ഈർക്കിലിൻ്റെ നീളം കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? എത്രയായിരുന്നു അതിൻ്റെ നീളം, എത്രയാണോ ഒടിച്ചു മാറ്റിയത്, അതെന്ത് ചെയ്ത് നോക്കുക? മൈനസ് ചെയ്ത് നോക്കുക. മൈനസ് ചെയ്ത് നമ്മൾ പ്ലസ് ചെയ്ത് അതുപോലെ തന്നെയാണ് മൈനസ് ചെയ്യുന്ന രീതിയും. ആദ്യം നമുക്ക് 8.5 എഴുതുക, മൈനസ് രണ്ടാമത് ഒടിച്ചു മാറ്റിയത് 3.2 ആണ്. അപ്പോൾ പോയിൻ്റ് നേരെ പിടിച്ചിട്ട് ലെഫ്റ്റിലുള്ള നമ്പർ ലെഫ്റ്റിൽ എഴുതുക, റൈറ്റിലുള്ള നമ്പർ റൈറ്റിൽ എഴുതുക, മൈനസ് ചെയ്യുക. 5-ന് 2 കുറച്ച് എത്രയാണ്? 3. പോയിൻ്റ് ഇടുക. 8-ന് 3 കുറച്ച് എത്രയാണ്? 5. അപ്പോൾ അവശേഷിക്കുന്ന ഭാഗത്തിൻ്റെ നീളം എത്രയാണ്? 5.3 സെൻറ്റിമീറ്റർ. അടുത്ത ഒരു എക്സാമ്പിൾ. There is 15 kilogram of rice in a sack. 4.25 kilogram from this put in a bag. How much rice remains in the sack? ഒരു ചാക്കിൽ 15 കിലോഗ്രാം അരി ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് 4.25 കിലോഗ്രാം ഒരു സഞ്ചിയിലേക്ക് മാറ്റി. ചാക്കിൽ ശേഷിക്കുന്ന അരി എത്രയാണ്? ആദ്യം ഉണ്ടായിരുന്നത് എത്ര കിലോഗ്രാം അരിയാണ്? 15 കിലോഗ്രാം അരിയാണ്. അതിൽ നിന്ന് 4.25 കിലോഗ്രാം ആണ് ഒരു സഞ്ചിയിലേക്ക് മാറ്റിയത്. അപ്പോൾ ബാക്കി ഇനി ചാക്കിൽ എത്ര ഉണ്ടാവും? 15-ൽ നിന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്ത് നോക്കണം? 4.25 മൈനസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൽ ഡെസിമൽ പാർട്ട് ഇല്ല അല്ലേ, ദശാംശ രൂപമില്ല. ഇല്ലാത്തത് കൊണ്ട് നമുക്കവിടെ പോയിൻ്റ് കൊടുത്തിട്ട് നമുക്ക് 2 0 കൊടുക്കാം. കാരണം ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 നമ്പർ ഇല്ലേ, അതുകൊണ്ട് നമുക്ക് ഈ നമ്പർ പോയിൻ്റ് കഴിഞ്ഞ് 2 0 കൊടുത്ത് വിലയ്ക്ക് വ്യത്യാസം വരത്തില്ല കേട്ടോ. ഇനി പോയിൻറ്റിന് ലെഫ്റ്റിലേക്ക് 4 കൊടുക്കുക. ഇവിടെ എന്താ ഉണ്ട്? 2 5. സാധാരണ മൈനസ് ചെയ്യുന്ന കണക്ക് നമുക്ക് മൈനസ് ചെയ്യാം. ബോറോ ചെയ്യത്തില്ലേ, ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് 5 നിന്ന് ബോറോ ചെയ്യുമ്പോൾ ഇവിടെ 10 ആവും, ഇതെന്താവും? 9 ആവും, ഇതെന്താവും? 4 ആവും. 10-ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാണ്? 5. 9-ൽ നിന്ന് 2 കുറച്ചാൽ 7. പോയിൻ്റ് കൊടുക്കുക. 4-ൽ നിന്ന് 4 കുറച്ചാൽ 0. 1-ൽ നിന്ന് ഇവിടെ മൈനസ് ചെയ്യാനൊന്നുമില്ല, 1. 10.75 കിലോഗ്രാം ആണ് ആൻസർ. അടുത്തതായി പേജ് നമ്പർ 82-ലുള്ള ടെക്സ്റ്റ് ബുക്ക് എക്സസൈസുകൾ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രം എ റോഡ് 14.7 meters long, a piece 7.75 meter long is cut off. What is the length of the remaining piece? 14.7 മീറ്റർ നീളമുള്ള ഒരു കമ്പിയിൽ നിന്ന് 7.75 മീറ്റർ മുറിച്ചെടുത്താൽ ബാക്കിയുള്ള കമ്പിയുടെ നീളം എത്രയാണ്? ഒന്നാമത്തെ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫ്രം എ റോഡ് 14.7 meters long, a piece 7.75 meter long is cut off. 14.7 മീറ്റർ നീളമുള്ളൊരു കമ്പിയിൽ നിന്നും 7.75 മീറ്റർ നീളം വരുന്ന ഒരു കഷ്ണം മുറിച്ചു മാറ്റി. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ റിമൈനിങ് പീസ്? അവശേഷിക്കുന്ന ഭാഗത്തിൻ്റെ നീളം എന്താണ് എന്നതാണ് ചോദ്യം. അപ്പോൾ ലെങ്ത് ഓഫ് ദ റോഡ്, ആ കമ്പിയുടെ നീളം എത്രയായിരുന്നു? റോഡിൻ്റെ ലെങ്ത് എത്രയായിരുന്നു? 14.7 meters. ലെങ്ത് ഓഫ് ദ പീസ് കട്ട് ഓഫ്, അതിൽ നിന്ന് എത്ര നീളമുള്ള കഷ്ണമാണ് മുറിച്ചു മാറ്റിയത്? മുറിച്ചു മാറ്റിയ കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? 7.75 മീറ്റർ. ലെങ്ത് ഓഫ് റിമൈനിങ് പീസ്, അവശേഷിക്കുന്ന ഭാഗത്തിൻ്റെ നീളം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഈ 14.7-ൽ നിന്നും 7.75 മൈനസ് ചെയ്യുക അല്ലേ. 14.7 മീറ്റർ നീളമുള്ള കമ്പിയായിരുന്നു, അതിൽ നിന്ന് 7.75 മീറ്റർ നീളം വരുന്ന ഒരു കഷ്ണം മുറിച്ച് മാറ്റിയപ്പോൾ ബാക്കിയുള്ള ഭാഗം കാണാൻ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. മൈനസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സാധാരണ നമ്മൾ മൈനസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് മൈനസ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കൂ, ഇവിടെ താഴത്തെ നമ്പറിന് പോയിൻ്റ് കഴിഞ്ഞിട്ട്, ഡെസിമൽ കഴിഞ്ഞ്, ദശാംശം കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉണ്ട്. ഇവിടെ 1 ഉള്ളൂ, അതുകൊണ്ട് നമുക്കിവിടെ ഒരു 0 കൊടുക്കാം. ഇനി നമുക്ക് ബോറോ ചെയ്യുന്നത് ചെയ്യാം അല്ലേ. ഇപ്പോൾ ഇവിടെ 10 ആക്കുക. അപ്പോൾ ഇവിടെ എന്താവും? 6 ആവും. 10-ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ 5. അപ്പോൾ 6 നിന്ന് പറ്റത്തില്ല, അപ്പോൾ ഇവിടെ 16 ആവും. ഇത് എത്രയാവും? 3 ആവും അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? 9 വരും.
പോയിൻ്റ് അതുപോലെ ഇടുക. 13 7 മൈനസ് ചെയ്താൽ എത്രയാണ്? 6.95 6.95 മീറ്ററാണ് ലെങ്ത് ഓഫ് റിമൈനിങ് പീസ്, അവശേഷിക്കുന്ന ഭാഗത്തിൻ്റെ നീളം. Second question, there was 38.7 kilograms of rice in a sack and 12.350 kilograms of this is used up. How much rice remains in the sack? ഒരു ചാക്കിൽ 38.7 കിലോഗ്രാം അരിയുണ്ട്. അതിൽ നിന്ന് 12.350 കിലോഗ്രാം അരി ഉപയോഗിച്ചു. ബാക്കി എത്ര കിലോഗ്രാം അരിയുണ്ട്? രണ്ടാമത്തെ ചോദ്യത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ദർ വാസ് എ 38.7 കിലോഗ്രാം ഓഫ് റൈസ് ഇൻ എ സാക്ക്. ഒരു ചാക്കിനകത്ത് 38.7 കിലോഗ്രാം അരി ഉണ്ടായിരുന്നു. ആൻഡ് 12.350 കിലോഗ്രാം ഓഫ് ദിസ് യൂസ്ഡ് അപ്പ്. അതിൽ 12.350 കിലോഗ്രാം അരി ഉപയോഗിച്ചു. ഹൗ മച്ച് റൈസ് റിമൈൻ ഇൻ ദ സാക്ക്? ഇനി ഉപയോഗിച്ചതിന് ശേഷം ആ ചാക്കിൽ എത്ര അരിയാണ് ബാക്കിയുള്ളത്? ഇവിടെയും നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ? ഉണ്ടായിരുന്ന അരി 38.7 കിലോഗ്രാം ആയിരുന്നു. അതിൽ നിന്നും 12.350 കിലോഗ്രാം ഉപയോഗിച്ച് തീർത്തു. അപ്പോൾ ബാക്കിയുള്ളത് കാണാൻ നമുക്ക് മൈനസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് എങ്ങനെ എഴുതാം? ക്വാണ്ടിറ്റി ഓഫ് റൈസ് ഇൻ ദ സാക്ക്. ചാക്കിലുണ്ടായിരുന്ന അരിയുടെ അളവ് എത്രയാണ്? അരിയുടെ അളവ് 38.7 കിലോഗ്രാം അരിയാണ് സഞ്ചിയിലുണ്ടായിരുന്നത്. ക്വാണ്ടിറ്റി ഓഫ് റൈസ് യൂസ്ഡ് അപ്പ്. ഉപയോഗിച്ച് തീർത്ത അരിയുടെ അളവ് എത്രയാണ് ഉപയോഗിച്ച് തീർത്തത്? 12.350. അത്രയും കിലോഗ്രാം അരിയാണ് ഉപയോഗിച്ച് തീർത്തത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് റൈസ് റിമൈനിങ് ഇൻ ദ സാക്ക്. ചാക്കിൽ അവശേഷിക്കുന്ന അരിയുടെ അളവ് എന്ത് ചെയ്യാം? 38.7 നിന്നും എന്ത് മൈനസ് ചെയ്യുക? മൈനസ് 12.350 മൈനസ് ചെയ്യുക അല്ലേ? നമുക്ക് ഇങ്ങോട്ട് മൈനസ് ചെയ്യാം. 38.7 12.350. അപ്പോൾ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റേ ഉള്ളൂ. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് സീറോസ് കൊടുക്കാം. ബോറോ ചെയ്യുക. ഇപ്പോൾ 0 ന് 0 മൈനസ് ചെയ്താൽ 0 ആണ്. ഇത് 10 ആവുന്നു. ഇവിടെ എന്താവും? 6 ആവും. 10 ന് 5 മൈനസ് ചെയ്താൽ 5. 6 ന് 3 മൈനസ് ചെയ്താൽ 3. പോയിൻ്റ് അതുപോലെ കൊടുക്കുക. 8 ന് 2 പോയാൽ 6. 3 ന് 1 പോയാൽ 2. അപ്പോൾ 26.350 അല്ലേ? 26.350 കിലോഗ്രാം അരിയാണ്, റൈസാണ് ചാക്കിൽ അവശേഷിക്കുന്നത്. Third question, the perimeter of a rectangle is 24 centimeters and the length of one side is 6.4 centimeters. What is the length of the other side? ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 24 സെൻറ്റിമീറ്റർ ആണ്. നീളം 6.4 സെൻറ്റിമീറ്ററും വീതി എത്രയാണ്? മൂന്നാമത്തെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 24 സെൻറ്റിമീറ്റർ ആൻഡ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഈസ് 6.4 സെൻറ്റിമീറ്റർ. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 24 സെൻറ്റിമീറ്ററും ഒരു വശത്തിൻ്റെ നീളം 6.4 സെൻറ്റിമീറ്ററുമാണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് അതർ സൈഡ്? അടുത്ത വശത്തിൻ്റെ നീളം കണക്കാക്കുവാനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. പെരിമീറ്റർ അഥവാ ചുറ്റളവ് എത്രയെന്ന് തന്നിട്ടുണ്ട്? 24 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് വൺ സൈഡ്, ഒരു വശത്തിൻ്റെ നീളവും തന്നിട്ടുണ്ട് 6.4 സെൻറ്റിമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതർ സൈഡിൻ്റെ, അടുത്തൊരു വശത്തിൻ്റെ നീളമാണ്. നമുക്കറിയാം റെക്റ്റാങ്കിൾ ചതുരത്തിൻ്റെ പ്രത്യേകത എന്താണ്? 2 ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലേ? ഒരു ജോഡി എതിർവശങ്ങൾ തുല്യമായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു വശം തന്നിട്ടുണ്ട് 6.4. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 6.4. ഈ 2 വശങ്ങൾ തുല്യമായിരിക്കും, പക്ഷേ നമുക്ക് അവ അറിയില്ല അല്ലേ? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പെരിമീറ്റർ അഥവാ ചുറ്റളവെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ 4 വശങ്ങളും കൂടി കൂട്ടിയെടുക്കുന്നതാണ് എന്ത്? പെരിമീറ്റർ അല്ലേ? അപ്പോൾ ഇവിടെ പെരിമീറ്റർ എത്രയാണ്? 24 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ ഈ 2 വശങ്ങളും കൂട്ടിയതിന് ശേഷം 24ൽ നിന്ന് മൈനസ് ചെയ്ത് കിട്ടിയാൽ അത് ഏതിൻ്റെ സമ്മായിരിക്കും? ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മായിരിക്കുമല്ലോ. പെരിമീറ്റർ ചുറ്റളവെന്ന് പറഞ്ഞാൽ ചതുരത്തിൻ്റെ ചുറ്റിലുമുള്ള വശങ്ങൾ കൂട്ടിയെടുക്കുന്നതാണ് അതിൻ്റെ ചുറ്റളവ്, പെരിമീറ്റർ അല്ലേ? അപ്പോൾ ഇത് ഇവിടെയുള്ള അളവ്, ഇവിടെയുള്ളത് എല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 24 കിട്ടുന്നത്. അപ്പോൾ ആ 24ൽ നിന്നും ഇത് രണ്ടും കൂട്ടിയത് മൈനസ് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും? ഇവിടുത്തെ രണ്ടെണ്ണത്തിൻ്റെയും എന്തായിരിക്കും? സമ്മായിരിക്കും അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് 6.4ഉം 6.4ഉം കൂടി ആഡ് ചെയ്ത് നോക്കാം. 8 പോയിൻ്റ് കൊടുത്തു, 12 അല്ലേ? 12.8. ഇനി ഈ 24 സെൻറ്റിമീറ്ററിൽ നിന്നും ഈ 12.8 നമുക്ക് മൈനസ് ചെയ്യാം. 24 മൈനസ് 12.8 എത്രയാണ് കിട്ടുന്നത്? 24ന് പോയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് പോയിൻ്റ് കഴിഞ്ഞ് നമുക്ക് 0 എന്ന് കൊടുക്കാം. 12.8 ഒരു 0 കൊടുത്താൽ മതിയായിരുന്നേ. മൈനസ്, അപ്പോൾ
ബോറോ ചെയ്യുമ്പോൾ ഇത് 10 ആവും, ഇത് 3 ആവും. 10 8 മൈനസ് ചെയ്താൽ 2, 3 2 മൈനസ് ചെയ്താൽ 1, 11.2 എന്ന് കിട്ടും. ഈ 11.2 എന്താണ്? 11.2 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വശങ്ങളും കൂടി കൂട്ടുന്നതാണ് ഈ 11.2. രണ്ട് വശങ്ങളും തുല്യമാണല്ലോ. അതായത് 11.2ൻ്റെ പകുതിയാണ് ഇവിടെ വരുന്ന വശങ്ങൾ അല്ലേ. 11.2ൻ്റെ പകുതി നമുക്ക് എടുക്കാം. 11.2ൻ്റെ പകുതി എടുക്കാൻ ഇത് പോയിൻ്റ് ഇല്ലാതെ നോക്കിയാൽ ഈ നമ്പർ ഏതാണ്? 112 ആണ് അല്ലേ. 112 ആണത്. അപ്പോൾ 112ൻ്റെ പകുതി എടുത്തേ. 112ൻ്റെ പകുതി കാണാൻ എന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 5 2s are 10, 6 2s are 12 അല്ലേ. 56, അതായത് പോയിൻ്റ് ആയതുകൊണ്ട് 5.6 എന്ന് വരും. ഒരു പോയിൻ്റ് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതെന്ത് വരും? 5.6. ഇവിടെയും എന്താ വരുന്നത്? 5.6. അപ്പോൾ ലെങ്ത് ഓഫ് അതർ സൈഡ്, അടുത്ത വശത്തിൻ്റെ നീളം എത്രയാണ്? 5.6 ആണ് അല്ലേ. എങ്ങനെ എഴുതാം? ലെങ്ത് ഓഫ് അതർ സൈഡ് ഈക്വൽസ് 5.6 സെൻറ്റിമീറ്റർ. മറ്റേ വശത്തിൻ്റെ നീളം അല്ലെങ്കിൽ അടുത്ത വശത്തിൻ്റെ നീളം എത്രയാണ്? 5.6 സെൻറ്റിമീറ്റർ. Fourth question, there was 2.50 liters of oil in a bottle and 0.475 liters of this was used for cooking. How much oil is left in the bottle? ഒരു കുപ്പിയിൽ 2.50 ലിറ്റർ വെളിച്ചെണ്ണയുണ്ട്. അതിൽ നിന്ന് 0.475 ലിറ്റർ പാചകത്തിനെടുത്തു. ബാക്കി എത്ര ലിറ്റർ വെളിച്ചെണ്ണയുണ്ട്? നാലാമത്തെ ചോദ്യം നോക്കാം. ദെയർ വാസ് 2.50 ലിറ്റർ ഓഫ് ഓയിൽ ഇൻ എ ബോട്ടിൽ. ഒരു കുപ്പിക്കകത്ത് 2.5 ലിറ്റർ എണ്ണ ഇരിപ്പുണ്ട്. ആൻഡ് 0.475 ലിറ്റർ ഓഫ് ദിസ് വാസ് യൂസ്ഡ് ഫോർ കുക്കിംഗ്. അതിൽ നിന്നും 0.475 ലിറ്റർ എണ്ണ പാചകത്തിനായി ഉപയോഗിച്ചു. ഹൗ മച്ച് ഓയിൽ ഈസ് ലെഫ്റ്റ് ഇൻ ദ ബോട്ടിൽ? ബാക്കി ഇനി ആ കുപ്പിയിൽ എത്ര അളവ് എണ്ണയാണുള്ളത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്ത് നോക്കിയാൽ പോരെ. അതിൻ്റെ വ്യത്യാസം കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ഡിഫറൻസ് എടുക്കാം. നമുക്കപ്പോൾ സ്റ്റെപ്പ് എങ്ങനെ എഴുതാം? ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ ഇൻ ദ ബോട്ടിൽ, കുപ്പിയിൽ ഉണ്ടായിരുന്ന എണ്ണയുടെ അളവ് എത്രയായിരുന്നു? 2.50 ലിറ്റർ. ഇനി ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ യൂസ്ഡ് ഫോർ കുക്കിംഗ്, പാചകത്തിന് ഉപയോഗിച്ച എണ്ണയുടെ അളവ്. അതിൽ 0.475 ലിറ്റർ പാചകത്തിനായി ഉപയോഗിച്ചു. ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ ലെഫ്റ്റ് ഇൻ ദ ബോട്ടിൽ, കുപ്പിയിൽ അവശേഷിക്കുന്ന എണ്ണയുടെ അളവ്. 2.50 മൈനസ് 0.475. ഇവിടെ മൈനസ് ചെയ്യാം. 2.50 ഇവിടെ 0.475 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 കൊടുക്കുക. ബോറോ ചെയ്ത് മൈനസ് ചെയ്യുക. 10 ആവും, 9 ആവും, 4 ആവും. 2 0 2. ആൻസർ എന്താണ്? 2.025. അത്രയും ലിറ്റർ. Fifth question, what number we must add to 14.32 to get 16.43? 14.32 എത്ര കൂട്ടിയാൽ 16.43 കിട്ടും? ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? വാട്ട് നമ്പർ വി മസ്റ്റ് ആഡ് ടു 14.32 ടു ഗെറ്റ് 16.43? 14.32 ഏത് സംഖ്യ കൂട്ടിയാൽ നമുക്ക് 16.43 എന്ന സംഖ്യ കിട്ടും? അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി? 16.43 നിന്ന് 14.32 മൈനസ് ചെയ്ത് നോക്കാമല്ലോ. 3 2 കുറച്ചാൽ 1, 4 3 കുറച്ചാൽ 1, പോയിൻ്റ് കൊടുക്കുക. 2.11 ആണ് ആൻസർ.